ചോദിച്ചില്ലല്ലോ. ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്റെ അമ്മൂമ്മേ? അല്ലെങ്കിലും പത്രം വായിക്കുമ്പോ ഒരു കാട്ടൻ, അതാണ് അന്തസ്. ആണോ? പിന്നെ എന്താ ഇപ്പൊ കട്ടൻ ചായ കൊണ്ടുതരാൻ കാര്യം? എനിക്ക് അമ്മൂമ്മടുത്ത് സ്നേഹം ഉള്ളോണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? ചെന്നൈയിൽ നിന്ന് എനിക്ക് മാത്രമേ അമ്മൂമ്മടുത്ത് സ്നേഹം ഉള്ളൂ. അതൊന്നും അല്ല, ബാക്കി എല്ലാവർക്കും സ്നേഹമൊക്കെ ഉണ്ട്. എന്നാലും ഞാനല്ലേ ചായ ഇട്ടെന്ന്, എനിക്കാണല്ലോ സ്നേഹം കൂടുതല്. ചായ കുടി, ചായ കുടി. കൊള്ളാവോ? നല്ല ചായ. അല്ലല്ലോ എല്ലാവരും പറയുന്നേ എനിക്ക് അമ്മൂമ്മയുടെ അതേ കൈപ്പുണ്യ കിട്ടിയിരിക്കണേ. നോക്കിട്ട് വൈകിട്ടെന്തോ പരിപാടി? വൈകിട്ടെന്തോ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോ കൊറേ കാലം കൂടിയല്ലേ ചെന്നൈയിൽ നിന്ന് വരുന്നേ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒന്ന് അമ്മൂമ്മയും കൂട്ടി പുറത്തു പോയാലോന്ന്. അത് പറ, അതാ കട്ടൻ ചായയുടെ രഹസ്യം ഇല്ലയോ? നോക്കട്ടെ, വൈകിട്ട് നമുക്ക് നോക്കാം. അന്നേ ഓക്കെ. ധാരാണമ്മേ. മീൻ ഊട്ടിയോ? ഒരാൾ അമേരിക്കക്ക് പോയപ്പം അടുത്ത ആള് കൃത്യമായിട്ട് എത്തി. സാരില്ല അമ്മമ്മേ, കേശുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ. പോട്ട്. അതിന് അവനെന്തോ പ്രശ്നം ആശ്വസിപ്പിക്കാൻ? എന്റെ അമ്മൂമ്മ കേശു ബ്രേക്കപ്പ് ആയില്ലേ. ഇന്നത്തെ കാലത്ത് ഒരു വലിയ അസുഖമാണ് ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോ ഡിപ്രഷനിലേക്ക് പോയി കളയും. അവൻ എന്നോട് ചോദിക്കാതെ ഒരിടത്തും പോകത്തില്ല. എന്റെ മുത്തേ, സൂപ്പർ ആടി സൂപ്പർ. ഹായ് അമ്മൂമ്മ. ഹായ്. ഇതെന്തത്? പത്രമുണ്ട്, കണ്ണടയുണ്ട്, ചായ ഉണ്ട്. പത്രം വായിക്കുമായിരുന്നോ? പത്രം വായിക്കുന്നവരിപ്പൊ കാണാനേ വലിയ പാടാ. അയ്യോ, കാഴ്ച കുറവാണോ? ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അയ്യോ, എനിക്ക് കാഴ്ച കുറവൊന്നുമില്ല. ഈ പത്രം വായിക്കുന്ന കാഴ്ച കാണല് കുറവാന്നാ പറഞ്ഞേ. കാഴ്ച കാണല് കുറവാന്ന്. എനിക്ക് പത്രം വായിക്കുന്നത് കാണുന്ന ഇത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ഈ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ അമ്മ പത്രം വായിക്കും, അത് കണ്ടോളൂ. അല്ല സ്ഥിരം കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് രാവിലെ ഈ സമയത്ത് അമ്മ സ്ഥിരം പത്രം വായിക്കാറുണ്ട്. ഒന്ന് കണ്ടോളൂ. ഇനി എങ്ങാനും വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് അയച്ചു തരാം. ആ കുട്ടി കണ്ടോട്ടെ അമ്മ അല്ലേ? ഈ ശിവാന്റെ ഒരു തമാശ പോടുന്നു. ഹലോ ഹലോ, പാറുകുട്ടി വന്നേ. അപ്പൊ എനിക്കില്ലേ? അയ്യോ, പാറുകുട്ടിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ. നാളെ വരുമ്പോ കൊണ്ടുവരാം. നാളെയും വരുമല്ലേ? കേശുവിനെ കാണാൻ വന്നതായിരിക്കും. അല്ല, ഞാൻ ഈ വഴി വന്നപ്പോ എല്ലാരെയും കൂടെ കാണാൻ വേണ്ടി വന്നതാ. ഈ വഴി വന്നപ്പോ എല്ലാവരും കൂടി കാണാൻ വേണ്ടി വന്നതാ. നല്ല കേട്ട് പരിചയുള്ള ഡയലോഗല്ലേ അമ്മൂമ്മ? മെർലിൻ സ്ഥിരം പറഞ്ഞിരുന്ന ഡയലോഗ്. ഈ വഴി വരുമ്പോഴേ കേറണോന്ന് തോന്നുന്ന 5-6 പേരുണ്ടായിരുന്നു. അവർ ഈ വഴി വരുമ്പോ ഈ വീട്ടിൽ കയറും. എന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമൊക്കെ തരും. എന്നിട്ട് അങ്ങ് പോവും. അമ്മൂമ്മ എന്നെ കൂട്ടത്തിൽ പെടുത്തല്ലേ? അമ്മൂമ്മ ചുമ്മാ തമാശക്ക് പറഞ്ഞാന്ന്. തമാശ പറഞ്ഞായിരുന്ന? ദൈവമേ, ഇവിടെയും വന്നോ? മീനു, എന്താ ഇവിടെ? ഞാൻ കേശുവിനെ കാണാൻ. അല്ല, ഞാൻ ഈ വഴി വന്നപ്പോ എല്ലാരും കൂടെ കാണാൻ. എല്ലാവരും കൂടെ കാണാൻ ഇപ്പഴല്ലേ കറക്റ്റ് ആയത്. എല്ലാരും നേരെ നിന്നേ, കുളിർക്കെ കണ്ടോളൂ കേട്ടോ. ഇനി 2 ആൾ അകത്തും കൂടി ഉണ്ട്, അവരെ വിളിക്കണോ പുറത്തോട്ട്? വേണ്ട. ശിവ, എന്തായാലും മീന് വന്നതല്ലേ, എല്ലാരെയും കണ്ട് സംസാരിച്ചേക്ക്. ഞാൻ എന്താ പറഞ്ഞു? നീ എവിടെ പോണം? ഞാൻ ഒരു സ്ഥലം വരെ പോണ്. കുറച്ച് പരിപാടികളുണ്ട് ഇന്ന്. എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇന്ന് പോവാനുണ്ട്. അപ്പൊ ഞാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? എന്തോ? അല്ല, ഒന്നുമില്ല. കേട്ടില്ല, എന്ത് പറഞ്ഞു? ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലേന്ന്. കൊച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ലേന്ന്? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കുഴപ്പമൊന്നുമില്ല, വന്നിട്ട് പോക്കോ. എന്തായാലും മീന് ഇന്ന് പോ, എന്നിട്ട് പിന്നെ ഒരു ദിവസം വാ, അപ്പൊ സംസാരിക്കാം. പിന്നെന്ന് പറയുമ്പോ എപ്പോ വരും? ഞാൻ ഇന്ന് പോയിട്ട് നാളെ വരാം. നാളെ എന്തിനാ വരുന്നേ? അല്ല, ഇന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ നാളെ സംസാരിക്കാലോ. അതെ, നാളെ സംസാരിക്കാലോ. നാളെ സംസാരിക്കാൻ വാ. ഇന്നെന്തായാലും പോ, ഞാനും പോവാ. വേറൊരു സ്ഥലം വരെ എനിക്ക് പോണം. പിന്നെ എന്തോന്ന് ചേച്ചി? എനിക്ക് അറിഞ്ഞൂടെ, എന്തെങ്കിലും കാണിക്കട്ടെ. അപ്പോ ഞാൻ ഇന്ന് പോയിട്ട് നാളെ വരാം. ആയിക്കോട്ടെ.